സോ ഹേ ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ, ഈ ഒരു സിനിമയും കൂടി ഞാൻ കാണാനിടയായി. ഓണത്തിൻ്റെ ലിസ്റ്റിലെ 4ാമത്തെ സിനിമ. ഇടി, വെട്ട്, കൊത്ത്, പിന്നെ കുറച്ച് ബീഡി വലി, വീണ്ടും ഇടി, വെട്ട്, കുത്ത്, ചോര, പിന്നെ കുറച്ച് ബീഡി വലി. ഇത് തന്നെ റിപ്പീറ്റ് 2.5 മണിക്കൂർ അങ്ങനെ ദീർഘി വെച്ച് നീണ്ടുപോയി. നൗ ഐ എം നോട്ട് ഡിസപ്പോയിൻറ്റഡ് വാച്ചിങ് ദിസ് മൂവി. വളരെ ഇഷ്ടപ്പെട്ടു. ആൻഡ് ഈ ഒരു സിനിമ കണ്ടതിന് ശേഷം സിനിമ കാണുമ്പോഴും ഞാൻ ശ്രദ്ധിച്ച എൻ്റെ ഉള്ളിലെ ചില മാറ്റങ്ങൾ, ഇതിലെ നായകൻ ആൻ്റണി വർഗീസ് പെപ്പെ, എന്താണ് പേര്, പെപ്പെ, അങ്ങനെയാണ് വിളിപ്പേര് കക്ഷിയുടേത്. പെപ്പെ ആ ഒരു ബാർബർ ഷോപ്പ് കാണാത്ത ആ ഒരു മുടിയും താടിയായിട്ട് വരുമ്പോൾ ഞാൻ എപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇടിക്കടാവനെ ന്യായം അവൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ കൂടിയും ഞാൻ വിചാരിക്കുന്നത് ആൻ്റണി വന്ന് അവൻ ഇടിച്ച് പരിപ്പാക്കും. സിനിമയിലുടനീളം അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. ആൻഡ് എന്താ പറയുക, ഉള്ളിലെ ആ ഒരു ഇമോഷൻ ഉണ്ടല്ലോ, പിടിച്ച് കുനിച്ചിട്ട് ഇടിക്കുക, ചോര, വിട്ട്, കൊത്ത്, മൊത്തം അത് തന്നെയാണ്. അത് സെയിം ലൈൻ പഴയ ആൻ്റണി പെപ്പയുടെ സിനിമകളിൽ കാണുന്ന ആ സെയിം ലൈൻ തന്നെ ഇതിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കക്ഷി. ആൻഡ് ഓവറോൾ ട്രോളാൻ പ്രത്യേകിച്ച് ഇതന്നെ, ബീഡി വലി, വിട്ട്, കുത്ത്, ചോര, ഇടി, ഇതൊക്കെ തന്നെയാണ് കഥയുടെ മെയിൻ കാര്യവും. പിന്നെ ട്രോളാനുള്ളത് അത് തന്നെയാണ്. കാരണം ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ 5 മിനിറ്റ് കൂടുമ്പോൾ അവിടെ നിന്നൊരു പോപ്പപ്പ്, ഇവിടെ നിന്നൊരു പോപ്പപ്പ്, 5 മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനൊരു പോപ്പപ്പ് വന്നുകൊണ്ടിരിക്കും. പോപ്പപ്പിൽ കാണിക്കുന്നത് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്, സ്മോക്കിംഗ് മേ കോസ് ക്യാൻസർ. ഇത് തന്നെ ഒരു പോപ്പപ്പ്. കാരണം ഈ സിനിമയിൽ ഉടനീളം ബീഡി വലി, സിഗരറ്റ് അല്ല, ബീഡി വലിയാണ് മൊത്തം. രാജ് ബി ഷെട്ടി ആസ് ഡാനിയൽ ആൻഡ് ആൻ്റണി പെപ്പെ ആസ് മാനുവൽ. ഈ 2 പേരുടെയും ഒരു ഡുവോ. ഇപ്പോൾ 2 പേരും കൂടി ചേർന്ന് അഭിനയിക്കുന്ന സീൻ വളരെ കുറവാണ്. ലൈക്ക് ചേട്ടനന്യന്മാരായിട്ടാണ് കാണിക്കുന്നത്. സിനിമ തുടക്കുന്നത് മാനുവലിൽ ചുറ്റിപ്പറ്റിയിട്ടാണ്. കക്ഷിയുടെ ആ തുറമുഖത്ത് ഹാർബറിൽ ഒപ്പിച്ച് കൂട്ടുന്ന ഒരു ഇടി വഴക്കിൻ്റെ പുറത്ത് കക്ഷി കുറച്ച് ദിവസത്തേക്കൊന്ന് മാറി നിൽക്കാൻ തീരുമാനിക്കുന്നു. കക്ഷി അറിയാതെ ചെന്ന് പെടുന്നത് തൻ്റെ ചേട്ടൻ്റെ ഘാതകരായ അവരുടെ ഇടയിലേക്കാണ്. സോ അവർ മനസ്സിലാക്കുന്നത് തന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇവൻ്റെ അനിയൻ വന്നിരിക്കുന്നത്. എന്നാൽ മാനുവൽ അറിയാതെ തന്നെയാണ് അവിടെ ചെന്ന് പെടുന്നത്. സോ അവിടെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് സിനിമ. ആൻഡ് സിനിമ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പല ഹോളിവുഡ് സിനിമകളിലെ ചില പേരെടുത്ത് ഓർമ്മയില്ല എനിക്ക് ആ സിനിമകളുടെ പേര്, പക്ഷേ അങ്ങനത്തെ കഥകളുമായിട്ട് ചില സാമ്യമുണ്ടെന്ന് തോന്നി. പണ്ട് ചെറുപ്പകാലത്തൊക്കെ എപ്പോഴും HBO സ്റ്റാർ മൂവ്സിലൊക്കെ കണ്ട ഒരു സിനിമയുണ്ട് ഇതുപോലെ തന്നെ, വൈരാഗ്യം മൂത്ത് കൊല്ലാൻ പൊടിക്കുന്ന ലൈൻ. എനിവേ, ഇതൊരു കോപ്പി കാറ്റ് സിനിമയൊന്നുമല്ല, ബട്ട് ടോട്ടലി ഹാറ്റ്സ് ഓഫ് ടു ദി എൻറ്റയർ ടീം ആൻഡ് എസ്പെഷ്യലി ദ ഡയറക്ടർ. കാരണം ഈ ഒരു മൂവി അത്യാവശ്യം CGI ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം സെക്കൻഡ് ഹാഫിന് മുൻപ് തന്നെ ഇവർ ആ കടലിലേക്ക് പോകാണല്ലോ താൻ മീൻ പിടിക്കാനായിട്ട്. ഒരു ബോട്ടിലാണ് പോകുന്നത്. ആൻഡ് ഒബ്വിയസ്ലി അവർ 5-6 ദിവസം അല്ലെങ്കിൽ 1-2 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും മീനെ പിടിച്ച് തിരിച്ച് വരിക. സോ ആ ഒരു ഷൂട്ടിംഗ് സമയം ഒന്ന് ആലോചിച്ച് നോക്കുക. അവരൊരു എൻക്ലോസ് സെക്ഷനായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ബട്ട് സിനിമ ഉടനീളം പിന്നെ സെക്കൻഡ് ഹാഫ് മുതൽ പിന്നെ കഥ മൊത്തം നടക്കുന്നത് ആ ഒരു ബോട്ടിലും കടലിലുമാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ആൻഡ് ഐ ഡോണ്ട് നോ, ദിസ് ഈസ് നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് ടീ എന്നൊക്കെ ഒന്നും പറയാൻ പറ്റില്ല. ബട്ട് ഇറ്റ്സ് എ വെറൈറ്റി തിങ്. ലൈക്ക് എല്ലാവർക്കും കാണാൻ പറ്റിയ സിനിമ തന്നെയാണ്. ലൈക്ക് അജയൻ്റെ 2ാം മോഷനും കോമഡി, ആക്ഷൻ, റൊമാൻസ്, അങ്ങനെ എല്ലാതും ഉണ്ട്. പക്ഷേ അത് രണ്ടാമത്തെ കണ്ട പടം ഇതായിരുന്നു, പേര് മറന്നില്ല. കിഷ്കിന്ദ കാണ്ഡം. ഇറ്റ് ഗിവ്സ് എ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. ത്രില്ലിങ് അല്ലെങ്കിൽ ഒരു കേസ് സോൾവ് ചെയ്യണം, മിസ്റ്ററി, അത് മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതിൽ റൊമാൻസ് ഇല്ല, ആക്ഷൻ ഇല്ല. ആൻഡ് ഇതിന് ശേഷം വേറൊരു സിനിമകൾ കണ്ടില്ല, ബാഡ് ബോയ്സ്, അത് വേറെ ഒരു സെഗ്മെൻറ്റ്. കോമഡിയും സ്പൂഫും മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സെഗ്മെൻറ്റ്. സോ ഇത് കൊണ്ടൽ എന്ന് പറയുന്ന സിനിമ കുറച്ചും കൂടി ആക്ഷൻ, റിവെഞ്ച്, ത്രില്ലർ, അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒന്നാണ്. ആൻഡ് ടു മൈ ഡിസ്മേ, ഗൗതമി ഗൗരി, എന്നാണ് നടിയുടെ പേര്. കക്ഷി ഇതിൽ അഭിനയിക്കുന്നുണ്ട്. ആൻഡ് ഐ കുഡൻറ്റ് റെക്കഗ്നൈസ് ഹർ. ഈ കക്ഷിയാണ്, എന്തൊരു മുഖച്ഛായ എവിടെയുണ്ടെന്ന് ഫീൽ ചെയ്താൽ കക്ഷി ഇത് തന്നെയാണോ. പിന്നീടാണ് കാസ്റ്റിംഗ് ഏരിയയിൽ പോകുമ്പോൾ കക്ഷിയുടെ പേരൊക്കെ കാണും. ഓ മൈ ഗോഡ്, ഷീ ഹാസ് ചേഞ്ച്ഡ് എ ലോട്ട്. ഒരുപാട് ചേഞ്ചിൽ വന്നിട്ടുണ്ട്. സോ ഗൈസ്, ഓവറോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ കാണണം തന്നെയാണ്. ഗീവ്സ് എ ഡിഫറെൻറ്റ് വെറൈറ്റി പെർസ്പെക്റ്റീവ് ഓഫ് ഇന്ത്യൻ സിനിമ.
ആൻഡ് എന്താ പറയുക, സിനിമ എവിടുന്നെല്ലാം കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ അരിശം, ഇടി, അവനെ പിടിച്ച് കുത്ത് അങ്ങനെ ഒരു ഫീലിംഗ് ആണ് എനിക്ക് തോന്നിയത്. ലൈക്ക് ആ മൂവി നമ്മളെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആ ഇമോഷനാണ് ഹ്യൂമൻസിൻ്റെ. സോ ഐ വാസ് എൻ്റർടൈൻഡ്. 4.5 out of 5 stars എന്നൊക്കെ പറയാം. ആൻഡ് ഐ ആം ഹാപ്പി ടു റെക്കമെൻഡ് ദിസ് മൂവി ടു യു ഗൈസ്. So guys, I'll come back with another movie review. Until then, stay safe and stay tuned. Another movie review.